നല്ല ഈസി ആയിട്ട് എങ്ങനെ പ്രിൻസസ് പാനൽ ബ്ലൗസ് കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രസ്റ്റ് ലെവലിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം 4 കൊണ്ട്. എന്നിട്ട് നമുക്ക് സീം അലവൻസ് എത്രയാണോ ആവശ്യം 1 മുതൽ 2 ഇഞ്ച് വരെ എടുക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. അതെടുത്ത് നമ്മൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതിനെ ഫോൾഡ് ചെയ്യുക. അത് ബ്ലൗസിൻ്റെ ലെങ്ത്ത് ആണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ആ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുക. എന്നിട്ട് അവിടെ ഫോൾഡ് ചെയ്യുക. ഇവിടെ ഞാൻ 17 ആണ് എടുത്തേക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. 17 എടുക്കാം, 18 എടുക്കാം, 13 എടുക്കാം, 14 എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവർക്ക് അവരവരുടെ ഇഷ്ടത്തിന് അളക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഷോൾഡറിൻ്റെ എക്രോസ് ഷോൾഡറിൻ്റെ ഹാഫ് നമ്മളെടുത്ത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യും. അതെല്ലാവർക്കും ഫിക്സഡ് ആണ്. 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ ഷോൾഡറിൻ്റെ ചരിവ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ആം ഹോളിന് വേണ്ടിയും ചെസ്റ്റ് ലെവൽ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ റൗണ്ട് ബ്രസ്റ്റിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മളവിടെ ചെസ്റ്റ് ലെവലിന് വേണ്ടി എടുക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ബാക്ക് ആം ഹോളാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ബാക്ക് ആം ഹോളിൻ്റെ കർവ് നമ്മൾ വരയ്ക്കും. എന്നിട്ട് ബ്രസ്റ്റ് നമ്മൾ എത്രയാണോ സൈസ് നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ അളവ് വരെ വരയ്ക്കുക. എന്നിട്ട് ഇനി നമുക്ക് മെഷർ ചെയ്യേണ്ടത് വേസ്റ്റ് ലെവലാണ്. റൗണ്ട് വേസ്റ്റ് എടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സീം എത്രയാണോ നമ്മൾ ബ്രസ്റ്റിൽ ഇട്ടത് അതേ സീം ലെവൽ നമ്മൾ താഴെ ഇടുക. ഈ വേസ്റ്റ് ലെവലിലും ഇടുക. എന്നിട്ട് അതിനെ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് വേസ്റ്റ് ലെവല് ഈ കിട്ടിയ വേസ്റ്റ് ലെവലും ബ്രസ്റ്റ് ലെവലുമായിട്ട് സ്ലാൻ ലൈന് നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാനാണ് പോകുന്നത്. നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. അത് ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈസി അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിൻ്റെ വേസ്റ്റാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ഡാട്ട് ഇടും. അപ്പം ഡാട്ട് ഓരോരുത്തർക്കും അവരവരുടെ ബ്രസ്റ്റ് സൈസ് അനുസരിച്ചായിരിക്കും. സ്റ്റാർട്ടിങ് 2 മുതൽ ഒരു 3.5 ഒക്കെ വരാറുണ്ട് മിക്കവർക്കും. അപൂർവം ചിലർക്ക് 4 വരാറുണ്ട്. നമ്മളിവിടെ 32 ഇഞ്ചിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്താൽ മതി ഡാട്ടിന്. എന്നിട്ട് ആ പോയിൻറ്റും ബ്രസ്റ്റ് ലെവലും തമ്മിൽ സ്ലാൻ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് കട്ട് ചെയ്ത് നമ്മളെടുക്കും. നമ്മളിനി ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കും. അതിന് മുന്നായിട്ട് ആദ്യം നമ്മൾ വരച്ചത് ബാക്ക് ആം ഹോളാണ്. അപ്പം ഫ്രണ്ട് ആം ഹോൾ ഇച്ചിരി കുഴിച്ചാണ് നമ്മൾ വെട്ടുന്നത്. അത് അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക് പീസ് മാറ്റി വയ്ക്കും. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞു. ഇനിയാണ് പ്രിൻസസ് പാനൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് ഡാട്ട് ടു ഡാട്ട് ഉണ്ട്. ആ ഡാട്ട് ടു ഡാട്ടിൻ്റെ ഹാഫ് ആദ്യം മാർക്ക് ചെയ്യുക.
പിന്നെ ഷോൾഡർ ടു ഡാർട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ പോയിന്റിലേക്ക് ആം ഹോളിൽ നിന്ന് നമ്മൾ കർവ് വരച്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വരയ്ക്കണം. എന്നിട്ട് ഡാർട്ട് നമ്മൾ എക്സ്ട്രാ എടുത്തില്ലേ 2 ഇഞ്ച്, ആ 2 ഇഞ്ചാണോ 2.5 ഇഞ്ചാണോ 3 ഇഞ്ചാണോ 4 ഇഞ്ചാണോ എത്രയാണോ നമ്മൾ എക്സ്ട്രാ എടുത്തത് അത് ആണ് ഈ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഡാർട്ടിൻ്റെ ഡിസ്റ്റൻസ് അതാണ്. എന്നിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. സീം ഉൾപ്പെടെയാണ് വരച്ചേക്കുന്നത്. അതാണ് സെൻറ്ററിൽ ഗ്യാപ്പ് ഉള്ളത്. ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് വരച്ചത്. അപ്പോഴാണ് സീമിന് 2 സൈഡിലും നമുക്ക് 1/2 ഇഞ്ച് വീതം കിട്ടുകയുള്ളൂ. അങ്ങനെ പ്രിൻസസ് പാനൽ ബ്ലൗസിൻ്റെ പാനൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം.